ഹലോ ഗൈസ്, ബാദുഷാണ്. വെൽക്കം ടു HB റിയാക്ട്സ്. ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ജയിലർ 2ൻ്റെ അനൗൺസ്മെൻറ്റിൻ്റെ ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് റിയാക്ഷൻ ചെയ്യാം, അതിനുശേഷം ബാക്കി സംസാരിക്കാം. வங்கக்கடலில் நிலவி வந்த ஃபெங்கல் புயல் கரையை கடந்த நிலையில் மேலும் மற்றொரு புதிய காற்றழுத்த தாழ்வு மண்டலம் புயலாக வலுப்பெற்று கோர முகத்துடன் நகர்ந்து வருவதாக வானிலை ஆய்வு மையம் தெரிவித்துள்ளது. மறுபடியும் சைக்ளோனா? நெல்சா, நம்ம வேணா திரும்பி கிளம்பி சென்னைக்கே போயிடலாமா? சைக்கிளானே சென்னையில தான் ஜி, அதனால தான் ஸ்டோரி டிஸ்கஷனுக்கு உங்களை கோவா கூட்டின்னு வந்திருக்கிறேன். ஜி, அங்க மக்கள்லாம் என்ன ஜி பண்ணுவாங்க நம்ம இல்லாம? நம்ம இருந்தா என்ன பண்ணுவாங்களோ அதே தான் பண்ணுவாங்க ஜி. ஓஹோ, அப்போ ஓகே. பெரிய தார் அப்படியே சைக்கிள் சுத்தி தூக்கி போட்டுருவார். ஜி, உங்களுக்கு தான் நிறைய டைம் இருக்குல்ல ஜி, நம்ம ஏன் இந்த டிஸ்கஷன் ஒரு ஃபியூ மந்த்ஸ்க்கு அப்புறம் வச்சுக்க கூடாது? உங்களுக்கு என்ன ஜி, வார ஏதாவது ஒன்று ரிலீஸ் பண்றீங்க, நமக்கு அப்படியா? கடைசியா என் படம் வந்ததுக்கு அப்புறம் 5 புயல் வந்துச்சு, ட்ரம்ப் திருப்பி வந்துட்டாரு. எனி டைம் ஓகே ஓகே ஓகே, ஒரு 5 மினிட்ஸ் அப்படியே சைலண்டா மெடிடேட் பண்ணிட்டு யோசிப்போமா? மாட்டியாச்சு. மெடிடேஷன் பண்ணி தான் மாட்டிருக்கோம். கால கண்ணாடியில் என்னெல்லாம் தெரிஞ்சு எட்டி பார்ப்போம். அப்பா ஷிட் மா, அப்பா God love you. பாருங்களேன், இது பாக்கெட்ல இருந்து கீழே வந்தது கூட தெரியாம போய் நிக்கிறாரு. அப் टाइगर का हुक्म। பயங்கரமா இருக்கு நெல்சா, இதுவே பண்ணிடலாமே. अर्थमैंदा राजा टाइगर का हुक्म. സംഭവം കലക്കിട്ടാ, ഇത്രയും പ്രതീക്ഷയില്ല. ജയിലർ 2 മുമ്പ് മുതൽ റൂമർ ഉണ്ടായിരുന്നു, ഈ ജയിലർ 1 ഇറങ്ങിയതിന് ശേഷം മുതൽ. അതൊക്കെ റൂമറാന്ന് വിചാരിച്ച, പിന്നെ ജയിലർ തന്നെ നല്ല രീതിക്ക് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി 2ൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിച്ച്. പക്ഷേ പ്രൊമോ അവതരിപ്പിച്ചിട്ടും ആ ഒരു രോമാഞ്ചവും ആ 1 കണ്ടതിൻ്റെ അതേ ഒരു ഫീല് 2ലും കിട്ടുന്നുണ്ട്. സംഭവം സെറ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റേ കന്നഡയിലെ നടൻ്റെ രാജ്കുമാർ നടനും പിന്നെ
മോഹൻലാൽ ഇവർക്കൊക്കെ ഇനിയിപ്പോൾ കുറച്ചുകൂടി റോൾസ് ഉണ്ടാവും വിചാരിക്കുന്നു. ഇപ്പോൾ കണ്ടറിയാം ഒരു സെറ്റ് സാധനമാണ്, രസമുണ്ട്. 4 മിനിറ്റ് ഉണ്ടെങ്കിലും ബോറടിപ്പിക്കാണ്ട് നല്ല രീതിയിൽ പ്രോമോ ചെയ്ത് വെച്ചിട്ടുണ്ട്. നെൽസൻ്റെ ഒക്കെ സിനിമകളുടെ പ്രോമോ ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഇങ്ങനെ സംസാരങ്ങളും ഒക്കെ ചേർത്ത് ഇങ്ങനെ കോമഡി രീതിയിൽ വന്ന് സീൻസും വെച്ച് നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, അടിപൊളിയുണ്ട്. ഇനിയിപ്പോൾ ജയിലർ 2 ഒരു പ്രതീക്ഷയുള്ള രജനീകാന്തിൻ്റെ പടമായിട്ട് മാറി. രജനീകാന്തിന് വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ വേട്ടയ്യൻ്റെ പരാജയം വരുന്നു. ഇപ്പോൾ എന്തായാലും അടുത്ത വർഷം, അതായത് 2025 ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇപ്പോൾ 2024 പൊതുവേ തമിഴ് അങ്ങനെ നല്ല രീതിയിലൊന്നും ക്ലച്ച് പിടിച്ചില്ല. ബിഗ് സ്റ്റാർസിൻ്റെ പടമൊക്കെ വലിയ ഇതുണ്ടാവില്ല. പിന്നെ വിജയുടെയും ഗോട്ട് കളക്ഷൻ അത്യാവശ്യം കിട്ടിയെങ്കിലും പടത്തിൻ്റെ ഒരു ഇത് വെച്ച് പോരാന്നല്ല പറയുന്നത്. പിന്നെ വേട്ടയനാണെങ്കിലും ഫ്ലോപ്പ്. പിന്നെ ആരെങ്കിലും ക്ലച്ച് പിടിച്ചില്ല, മിക്ക നടന്മാരങ്ങനെ ക്ലച്ച് പിടിച്ചില്ല. പിന്നെ കുറച്ച് പടങ്ങളൊക്കെ ജയിച്ചോളുന്നാണ്. എന്തായാലും ഇപ്പോൾ 2025 ചിലപ്പോൾ പ്രതീക്ഷിക്കാൻ പറ്റിയൊരു സിനിമയായത് ജയിലർ 2. വേറെ മോസ്റ്റ് ഹൈപ്പുള്ള വേറെ കുറച്ച് പടങ്ങളും കൂടി വരാനുണ്ട്. വിജയുടെ പടമുണ്ട് T69 പേരിട്ടുള്ളല്ലോ. പിന്നെ അജിത്തിൻ്റെ വിടമുയർച്ചയും പിന്നെ ഗുഡ് ബാഡ് അഗ്ലി ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ വേറെ കുറച്ചുണ്ടാവും. എന്തായാലും ചിലപ്പോൾ 2024 അപേക്ഷിച്ച് കുറച്ചുകൂടിയും പ്രതീക്ഷയുള്ള വർഷം തന്നെയാണ് 2025 തമിഴ് സിനിമ ബേസ് ചെയ്ത് നോക്കുമ്പോൾ. എന്നാലും ജയിലർ 2 കലക്കും തന്നെയാണ് തോന്നണം കേട്ടോ. 1 സെറ്റാക്കി പോലെ ചിലപ്പോൾ അടുത്ത 500 കോടി അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും പൊരിച്ച സാധനം. അപ്പോൾ വീഡിയോ അതിൻ്റെ ഒപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.